പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കമലമ്മയുടെ നിർബന്ധപ്രകാരം തന്നെ അമ്പലത്തിൽ പോയിട്ട് ഭജന ഇരിക്കാനൊക്കെ വിക്രം സമ്മതിക്കുകയാണ്. അങ്ങനെ വിക്രവും വേദയും അമ്മയും അങ്ങനെ എല്ലാവരും ചേർന്ന് അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെല്ലാവരും അമ്പലത്തിലെത്തിയിട്ട് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മയും ശ്രീജയും നന്ദിനൊക്കെ തിരിച്ചു പോരുകയാണ് വീട്ടിലേക്ക് തന്നെ. വേദയും വിക്രമിനെയും മാത്രം അവിടെ എത്തിയിട്ടായിരിക്കും അവർ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോരുന്നത്. എന്നാൽ അമ്പലത്തിൽ കുറേ നേരം അവർ രണ്ടുപേരും ഇങ്ങനെ തരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ വേദയുടെ സംസാരമെല്ലാം തന്നെ വിക്രത്ത് ഇങ്ങനെ ആസ്വദിച്ചു പോവാൻ. അവർ രണ്ടുപേരും മാത്രമുള്ള ആ ഒരു നിമിഷം വേദക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. വേദ വിക്രവുമായിട്ട് പങ്കിട്ട ആ ഒരു നല്ല നിമിഷങ്ങളെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട് വേദ. അങ്ങനെ അവർ രണ്ടുപേരും ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് കൃഷ്ണന്റെ വിഗ്രഹം അവിടെ വെച്ചിട്ട് രണ്ടുപേരും ഇങ്ങനെ ഭജനയിരിക്കാൻ തുടങ്ങും. അങ്ങനെ ആ ഒരു ദിവസം രണ്ടുപേരും കുറേ നേരം അധികം സംസാരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല വേദയുടെ സംസാരമെല്ലാം തന്നെ വിക്രത്തിന് ഇഷ്ടപ്പെടുമല്ലോ. അങ്ങനെ രണ്ടുപേരും പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരുടെയും മനസ്സിൽ ചെറുതായിട്ടൊക്കെ ഇഷ്ടം തോന്നി തുടങ്ങും. എന്നാൽ ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കട്ടെ വിനായകൻ ഒരുക്കി വെച്ച ആ ഒരു ചതി നടക്കുന്നത്. അഭിലാഷ് വിക്രമിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വലിയൊരു കള്ളത്തനം തന്നെ നടത്തുന്നുണ്ട്. വിക്രം വേദയും അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും അഭിലാഷ് അങ്ങോട്ടേക്ക് വന്നിട്ട് അമ്പലത്തിലെ വിഗ്രഹം മോഷ്ടിക്കുന്നത്. വേദയും വിക്രം അവിടെ ഇരുന്നിങ്ങനെ ഭജന ഇരിക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് ആരോ വന്നിട്ട് വിഗ്രഹം മോഷ്ടിച്ചു പോകുന്നത് പോലെ തന്നെ വിക്രമിന് തോന്നുന്നത്. എന്നിട്ട് വിക്രം അയാളുടെ പിന്നാലെ ഇങ്ങനെ ഒരുപാടധികം ഓടുന്നുണ്ടെങ്കിലും ആ ഒരു കള്ളനെ പിടിക്കാനൊന്നും വിക്രമിന് സാധിക്കുന്നില്ല. എന്നാൽ പെട്ടെന്ന് വിക്രം അവിടെ നിന്നങ്ങ് ഓടിപ്പോകുന്നത് കണ്ടിട്ട് അമ്പലത്തിലെ ആൾക്കാരെല്ലാം തന്നെ വേദയോട് വന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം തന്നെയായിരിക്കും ആ ഒരു വിഗ്രഹം മോഷ്ടിച്ചത് എന്ന കാര്യം. എന്നിട്ട് വേദയോടായിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പം അവൻ ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ മോഷണം കൂടി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിൻ്റെ വേദയുടെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിക്കും. അപ്പോൾ വേദ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അമ്പലത്തിലെ ഷാദി അടക്കം എല്ലാവരും അത് വിശ്വസിക്കുന്നില്ല. എന്താണെങ്കിലും അമ്പലത്തിൻ്റെ വിഗ്രഹം മോഷണം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ചേർന്നിട്ട് വിക്രമിൻ്റെ പേരിൽ അമ്പലത്തിൻ്റെ ശാന്തി അടക്കം എല്ലാവരും വിക്രമിൻ്റെ പേരിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാണ്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസുകാർ വന്നിട്ട് വിക്രത്തിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ വിക്രമിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്തിന് വേദ അവിടെ ഉണ്ടാകുന്നത് മാത്രമല്ല വേദക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരാണ്. കാരണം വേദ കാരണമല്ലേ വിക്രത്തിന് ഇങ്ങനൊരു ചതി സംഭവിച്ചത്. എന്താണെങ്കിലും വിക്രമിനെ പോലീസുകാരെങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്തിന് വേദക്കത് ഭയങ്കര സങ്കടമായിരിക്കും. ചെറുതായിട്ടൊരു പണി കൊടുക്കണം വിക്രമിന് എന്ന് മാത്രമല്ലേ വേദ ചിന്തിച്ചുള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് വേദ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും ചതി നടന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ വിക്രം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേദ തന്നെ ആയിരിക്കട്ടെ മുന്നിട്ടിറങ്ങുന്നത്. രാധക്കും അത് ഭയങ്കര സങ്കടമായിക്കൂടെ വിക്രമിനെ പിടിച്ചോണ്ട് പോയത്. എന്നിട്ട് രാധ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നുകൊണ്ട് തന്നെ വിക്രമിനെ കണ്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ ഞാൻ പുറത്തിറക്കും. ആ വേദ കാരണമല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായാലും നിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇടാനൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാനൊരു വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിനക്കൊന്നും സംഭവിക്കില്ല വിക്രം, ഉടനെ തന്നെ ഞാൻ നിന്നെ പുറത്തിറക്കുമെന്നങ്ങനെ രാധ പറയുന്ന സമയത്തിന് വിക്രമിന് ദേഷ്യം വരട്ടെ. വിക്രം പറയുന്നത് നീ ഒന്ന് പോയ രാധേ, എനിക്കല്ലെങ്കിൽ തന്നെ തലക്കാകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കണം, അതിൻ്റെ അടുക്ക് നീയും കൂടി ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് രാധേനെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കാണ് വിക്രം. അപ്പോൾ വേദ പറഞ്ഞിട്ട് ഇല്ല വിക്രമേട്ട, ഞാൻ ഒരിക്കലും ഇവിടെ നിന്ന് പോകില്ല. വിക്രമേട്ടൻ്റെ കൂടെ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. വിക്രമേട്ടൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ തന്നെ വിക്രമേട്ടനെ കാത്ത് ഞാൻ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് രാധ. എന്നാൽ വീണ്ടും അവിടെ രാധ നിൽക്കുന്ന സമയത്തിന് പോലീസുകാർ പോലും വിക്രത്തിനെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. എടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ കൂടെ ഒരു ഭാര്യയുണ്ട്, എന്നിട്ട് പോലും നീ ഇങ്ങനെ കീപ്പായിട്ട് നിന്റെ ഒരു കാമുകിയുടെ കൂടെ നീ കൂടെ വെക്കുന്നുണ്ടല്ലേ, നിന്റെ കൂടെ ഇപ്പം 2 പെണ്ണുങ്ങളുണ്ടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വിക്രത്തിന് വല്ലാതെ അങ്ങനെ കളിയാക്കി ചിരിക്കട്ടെ പോലീസുകാർ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരാണ്ട്. വിക്രം അതിന് കറക്റ്റ് മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. അതെ ഞാൻ ഇതിൻ്റെ അകത്തായി പോയി, അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള ചുട്ട മറുപടി എനിക്ക് തരാൻ സാറിന് തരാനൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയാണ് വിക്രം. എന്താണെങ്കിലും വിക്രം അവിടെ നിന്നും രാധേനെ ആട്ടിപ്പായിക്കാണ്. രാധ അവിടെ നിന്നങ്ങ് പോയ സമയത്തായിരിക്കട്ടെ വേദ അങ്ങോട്ടേക്ക് വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നതിന് മുൻപേ തന്നെ ശ്രീനിവാസൻ സാറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ശ്രീനിവാസൻ സാറിൻ്റെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ വേദ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് വിക്രം ശ്രീകാന്തുമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായതും ശ്രീകാന്തിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ ഒരു ഫണ്ട് റിലീസ് ചെയ്ത കാര്യമെല്ലാം തന്നെ ശ്രീനിവാസൻ സാർ വേദയോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്തായാലും വിക്രമിനെതിരായിട്ട് ശ്രീകാന്തും കളിച്ചിട്ടുണ്ട് എന്ന കാര്യമെല്ലാം തന്നെ വേദ മനസ്സിലാക്കും. എന്താണെങ്കിലും വിക്രമിനെ പുറത്തിറക്കണമെന്ന ഉറച്ച തീരുമാനത്തിലായിരിക്കട്ടെ വേദ. അങ്ങനെ ദർശൻ്റെ സഹായത്തോടു കൂടി വേദ കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് എല്ലാ തെളിവുകളോടും കൂടി തന്നെ ആയിരിക്കട്ടെ വേദ വിക്രമിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അങ്ങനെ വേദ വിക്രമിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്തിന് രാധക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരാണ്. രാധ വേഗം വേദയുടെ അടുത്തേക്ക് വന്നിട്ട് വേദയെ കുറേ അധികം ദേഷ്യപ്പെട്ടിട്ട് ഭയങ്കര അങ്ങ് വഴക്കൊക്കെ പറയുന്നുണ്ട്. എടി നീ കാരണാടി എൻ്റെ വിക്രത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നീ എന്നാ വീട്ടിൽ വന്ന് കയറിയോ അന്ന് തുടങ്ങിയതാണ് എൻ്റെ വിക്രമിൻ്റെ കഷ്ടകാലം. പാവം വിക്രം ഒരു കുഴപ്പമില്ലാതെ അങ്ങ് നടക്കുമായിരുന്നു. എന്നാൽ നീ ജീവിതത്തിലേക്ക് കയറി വന്നതിന് ശേഷമാണ് വിക്രം ഇങ്ങനെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറേണ്ട ഒരു അവസ്ഥ വരെ വന്നത്. നീ അവൻ്റെ ജീവിതത്തിലേക്ക് വേതാളമായിട്ട് കയറി വന്നതിന് ശേഷമാണ് വിക്രത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലാതെ ഇതുവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വിക്രം ചാടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രാധ കുറേ അധികം കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ വേദയെ.
അപ്പോൾ വേദ പറഞ്ഞത് അതെ ഞാൻ കാരണമല്ല, എൻ്റെ വീട്ടുകാർ കാരണമല്ല, ദേ നീ കാരണം തന്നെയാണ് വിക്രം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് പറയും. അപ്പോൾ രാധ ചോദിക്കുന്നുണ്ട് എന്ത് ഞാൻ കാരണമെന്ന് ചോദിക്കും. അതെ ഞാൻ വിക്രത്തിനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ ഉള്ളിലേക്ക് പോകുന്ന സമയത്തിന് വേദയുടെ പുറകെ തന്നെ രാധയും പോകും. അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി വന്നുകൊണ്ട് തന്നെ വേദ അങ്ങനെ പോലീസുകാരനോട് സംസാരിക്കുന്നുണ്ട്. അല്ല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്നത്? അങ്ങനെ വിക്രം എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന കാര്യത്തിൽ നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പോലീസുകാർ പറഞ്ഞിട്ട് അതെ തെളിവൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം, നീ അതിനെ പറ്റിയിട്ടൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. അപ്പോൾ വേദ പറഞ്ഞിട്ട് അതെ വിക്രം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ല, വിക്രമല്ല അത് മോഷ്ടിച്ചത് വേറെ ആളാണെന്ന് പറയും. അപ്പോൾ SI ചോദിക്കുന്നുണ്ട് എടി വിക്രമല്ല മോഷ്ടിച്ചത് എങ്കിൽ മോഷ്ടിച്ചതിൻ്റെ വല്ല തെളിവ് നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് അതെ ഉണ്ട്, തെളിവുകളോട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയും. എന്നാൽ പിന്നെ തെളിവ് കാണിക്കടിയെന്നിങ്ങനെ SI പറയുന്ന സമയത്തിന് വേദ അഭിലാഷിനെ കൊണ്ടുവരികയാണ്. വേറൊരാളെ കൊണ്ടായിരിക്കട്ടെ അഭിലാഷിനെ അങ്ങോട്ടേക്ക് വരുത്തുന്നത്. അങ്ങനെ വേദയുടെ നിർബന്ധപ്രകാരം തന്നെ അഭിലാഷ് നടന്ന സത്യങ്ങളെല്ലാം തന്നെ പോലീസുകാർക്ക് മുന്നിൽ തുറന്നു പറയുന്നുണ്ട്. എനിക്ക് വിക്രമുമായിട്ട് വ്യക്തിവൈരാഗ്യം ഉള്ളത് കൊണ്ട് തന്നെ വിക്രത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന സത്യങ്ങളെല്ലാം തന്നെ അഭിലാഷ് അവിടെ തുറന്നു പറയും. അങ്ങനെ ആ ഒരു സത്യമെല്ലാം തന്നെ പോലീസുകാർക്ക് തെളിഞ്ഞതിന് ശേഷം വേദ തന്നെയായിരിക്കട്ടെ വിക്രത്തിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്നത്. വേദ വന്നിട്ട് വിക്രത്തിൻ്റെ കയ്യും പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഇറക്കിക്കൊണ്ടുപോകുന്നത് കാണുന്ന സമയത്തിന് രാധക്ക് ഭയങ്കര കുശുമ്പും ദേഷ്യമൊക്കെ തോന്നിപ്പോവാണ്. എന്നാൽ ഇങ്ങനൊരു വിഷമഘട്ടം വേദക്ക് വന്നപ്പോൾ പോലും വേദക്ക് കൂട്ടായി നിന്നത് ദർശൻ തന്നെയായിരിക്കും. ഏതൊരവസ്ഥയിലും തന്നെ രക്ഷിക്കാൻ വേദ കൂടെയുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രമത്തിനും അത് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് പോകുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി ഏതായാലും പവിത്രത്തിൽ വരാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ്. അപ്കമിങ് എപ്പിസോഡും ഡെയിലി എപ്പിസോഡൊക്കെ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.